ഹലോ ഗുഡ് മോർണിംഗ്. ഇന്നൊരു ഡേ ഇൻ മൈ ലൈഫാണ് കേട്ടോ. അപ്പോൾ എല്ലാവർക്കും എൻ്റെ വീഡിയോയിലേക്ക് സ്വാഗതം. അപ്പോൾ ഞാൻ വൈകുന്നേരം 4 മണിക്കാണ് കേട്ടോ വീഡിയോ അപ്ലോഡ് ചെയ്യുന്നത്. അപ്പോൾ രാവിലെ തന്നെ ഞാൻ എഴുന്നേറ്റ് പണിയൊക്കെ തീർക്കാമെന്ന് വിചാരിച്ചപ്പോഴേക്കും കുഞ്ഞുവാവ എൻ്റെ ഒപ്പം തന്നെ എഴുന്നേറ്റ് പോകുന്നു കേട്ടോ. എഴുന്നേറ്റ് ഞാൻ പിന്നെ കുഞ്ഞുവാവനെ കുറച്ച് നേരം എടുത്തുകൊണ്ട് നടക്കണം. അങ്ങനെ ഞാൻ അത് കുഞ്ഞുവാവനെ കൊണ്ട് ഡൈനിങ് ഹാളിൽ കൊണ്ടുവന്ന് കുഞ്ഞിനെ അവിടെ ഇരുത്തിച്ചും പല്ലിയാക്കാനൊക്കെ പോകാമെന്ന് വിചാരിച്ചപ്പോൾ കുഞ്ഞുവാവ് താഴെ ഇരിക്കുന്നില്ല കേട്ടോ. ഭയങ്കര വാശിയിലാണെന്ന് തോന്നുന്നു. പിന്നെ ഒരു കണക്കിന് പറഞ്ഞ് അവളുടെ കളിപ്പാട്ടമൊക്കെ കൊണ്ടുവന്ന് ഇട്ടിട്ടും ഞാൻ ആദ്യം തന്നെ ഒന്ന് ഫ്രഷ് ആവാനായിട്ട് മുഖമൊക്കെ ഒന്ന് കഴുകിയിട്ടോ. പെട്ടെന്ന് ഇരുത്തിയിട്ടും പോയിട്ടുണ്ടെങ്കിൽ കരച്ചിൽ തുടങ്ങും. അങ്ങനെ മുഖമൊക്കെ ഒന്ന് കഴുകിയതിന് ശേഷം ഞാൻ അടുക്കളയിലേക്ക് പോന്നു. അപ്പോൾ കുഞ്ഞവിടെ ഇരിക്കുന്നുണ്ട്. അങ്ങനെ ഞാൻ ഇന്നലത്തെ കുറച്ച് ചോറ് ഉണ്ടായിരുന്ന ബാക്കി കിളികൾക്ക് കൊടുക്കാനായിട്ട് എടുത്ത് വെച്ചിട്ടുണ്ടായിരുന്നു. അത് ഞാൻ പുറത്തുകൊണ്ട് ഇട്ടിട്ടുണ്ട് കേട്ടോ. പിന്നെ അതിന് ശേഷം വന്നത് കാപ്പിക്കുള്ള വെള്ളം വെക്കുവാണ്. കാപ്പി ഉണ്ടാക്കിയതിന് ശേഷം കുഞ്ഞിനുള്ള കുറച്ച് കുറുക്ക് ഉണ്ടാക്കുന്നുണ്ട് കേട്ടോ. അതും റെഡിയാക്കി എടുത്തു. പിന്നെ ചോറിനുള്ള അരിയിടാനുള്ള വെള്ളം വെക്കുവാണ്. അപ്പോഴേക്കും കാപ്പി ആയിട്ടുണ്ടായിരുന്നു. അങ്ങനെ കുറച്ച് കാപ്പി തണുപ്പിച്ചിട്ട് കുഞ്ഞുവാവക്ക് കൊടുത്തു കേട്ടോ. ബോട്ടിലാക്കി കുഞ്ഞുവാവക്ക് കൊടുത്തു. കുഞ്ഞുവാവ് അവിടെ നോക്കിക്കൊണ്ട് നിൽക്കുവാണ് കേട്ടോ. അങ്ങനെ കാപ്പി കൊടുത്തിട്ട് കുഞ്ഞുവാവിനെ ഇവിടെ ഒരു സ്റ്റെപ്പ് ഉണ്ട്. ആ സ്റ്റെപ്പിലേക്ക് ഇരുത്തുവാണ്. അപ്പോൾ നല്ല മൂടാണെങ്കിൽ കുഞ്ഞ് അവിടെ ഇരുന്ന് കളിച്ചോളൂ കേട്ടോ. ഞാനിവിടെ അടുക്കളയിൽ പണിയൊക്കെ എടുത്തുകൊണ്ട് നിൽക്കുവാണെങ്കിൽ അവിടെ എന്നെ നോക്കി എന്നോട് എന്തെങ്കിലുമൊക്കെ സംസാരിച്ചുകൊണ്ട് അവിടെ ഇരുന്നോളും. എനിക്ക് മോനുള്ള കാപ്പി ചൂടാറാൻ ഒഴിച്ച് വെച്ചതിന് ശേഷം ഞാൻ പല്ലിയേക്കാൻ കുഞ്ഞാവ എൻ്റെ കൂടെ പല്ലിയേക്കാൻ വന്നിട്ട് മേല് മൊത്തം നനച്ചു. അവിടെ ഇരുന്ന് കുടിക്കാനല്ലേ അരിയിട്ടേക്കട്ടെ. പല്ല് വെച്ച് വന്നിട്ട് കാപ്പി കുറച്ച് കുടിച്ചിട്ടോ. പിന്നെ അരിയിടാനുള്ള വെള്ളം ചൂടായിട്ടുണ്ടായിരുന്നു. അപ്പോൾ ഞാൻ അരി കഴുകിയിടാൻ പോവുകയാണ്. ചൂടുവെള്ളം കൊണ്ടൊന്ന് കഴുകുന്നുണ്ട് കേട്ടോ. റേഷൻ അരി ആയതുകൊണ്ട് അതിനിടയ്ക്ക് ഞാൻ കാപ്പിയും കുടിക്കുന്നുണ്ട്. അങ്ങനെ അരി കഴുകി കൊണ്ടുവന്നിട്ട് കൂടെ തന്നെ കുറച്ച് ഉപ്പും കൂടി ഇടുന്നുണ്ട് കേട്ടോ. എന്നിട്ട് ഒന്ന് അടച്ച് വെച്ച് ഒന്ന് തിളച്ച് കഴിയുമ്പോഴേക്കും ഓഫ് ചെയ്തിടുവാണ്. പിന്നെ ഒരു 5 മിനിറ്റൊക്കെ കഴിയുമ്പോൾ ഒന്നും കൂടി തിളപ്പിച്ചാൽ മതിയാവും. അപ്പോൾ അത് ഓഫ് ചെയ്തിട്ടതിന് ശേഷം ഞാൻ റൂമൊക്കെ ഒന്ന് അടിക്കാൻ പോയിട്ടോ. അപ്പോൾ മോൻ കുളിക്കാൻ പോകാൻ റെഡി ആവുകയാണ്. കുളി കഴിഞ്ഞ് വരുമ്പോഴേക്കും അവന് റൂമൊക്കെ ഒന്ന് അടിച്ച് തുടച്ച് കൊടുക്കണം, അവന് വിളക്കെത്തിക്കാനായിട്ട്. അങ്ങനെ റൂമൊക്കെ അടിച്ചു. കൂടെ തന്നെ കുഞ്ഞുവാവൻ നടക്കുന്നുണ്ട് കേട്ടോ. അടിച്ച് തുടക്കുകയും ചെയ്തു കേട്ടോ. പിന്നെ കുറച്ച് തുണി അലക്കാനിട്ടുണ്ടായിരുന്നു. അതൊന്ന് പുറത്തുകൊണ്ടുപോയി വിരിക്കണം. അപ്പോൾ കുഞ്ഞുവാവൻ എന്താണെങ്കിൽ താഴെ നിൽക്കുന്നില്ല. പിന്നെ കുഞ്ഞിനെ കൊണ്ട് പോയി തുണി വിരിച്ചിട്ടു കേട്ടോ. നല്ല വെയിലായി തുടങ്ങിയിട്ടുണ്ട്. അങ്ങനെ തുണിയൊക്കെ വിരിച്ചിട്ടു. പിന്നെ ചെടി നനക്കാനുണ്ട്. കുഞ്ഞുവാവൻ എന്താണെങ്കിലും സമ്മതിക്കില്ല എന്നറിയാം. അപ്പോൾ ഞാനീ തുണി വിരിച്ച് കഴിഞ്ഞപ്പോഴേക്കും മോൻ്റെ കുളിയൊക്കെ കഴിഞ്ഞ് വന്നിട്ടുണ്ടായിരുന്നു. അങ്ങനെ അവൻ വിളക്കൊക്കെ വെച്ചതിന് ശേഷം അവനോട് പറഞ്ഞൊന്ന് ചെടിയൊന്ന് നനക്കാൻ പറഞ്ഞു കേട്ടോ. അങ്ങനെ വിളക്ക് വെച്ചതിന് ശേഷം മോൻ്റെ മനസ്സോടെ ചെടി നനക്കാനായിട്ട് പോയിട്ടുണ്ട്. ഹലോ ഹലോ ഹലോ. ഇന്നത്തെ എൻ്റെ ഡേ ഇൻ മൈ ലൈഫിലേക്ക് സ്വാഗതം. അപ്പോൾ ഞങ്ങളുടെ കുറേ പണിയൊക്കെ കഴിഞ്ഞു കേട്ടോ. ഇനി രാവിലെ കഴിക്കാനായിട്ട് മൈദ ദോശ ഉണ്ടാക്കാൻ പോവാണ്. അരി തിളപ്പിച്ചിട്ടിട്ടുണ്ട്. മിണ്ടില്ലേ ഹായ് പറ. ഹായ് ഉമ്മ ഉമ്മ ഉമ്മ. മൈദ ദോശ ഉണ്ടാക്കാൻ പോവാണ് കേട്ടോ.
പിന്നെ കറിക്ക് എന്തെങ്കിലും പുറത്ത് പോയി വാങ്ങിയിട്ട് വേണം ഉച്ചത്തേക്ക് മൈദ ദോശ ഉണ്ടാക്കാം. ഇന്ന് ഭയങ്കര വാശിയിലാണ്, താഴെ നിൽക്കില്ല. കുറച്ച് പണിയൊക്കെ ചെയ്തു അവിടെ നിർത്തിക്കൊണ്ട്. അപ്പോഴേക്കും നമ്മുടെ കഞ്ഞി ഒന്നും കൂടി തിളപ്പിച്ചെടുക്കണം കേട്ടോ. വേവാറായിട്ടുണ്ട്, അതൊന്ന് കത്തിച്ചിട്ടുണ്ട്. പിന്നെ അതേ മൈദപ്പൊടി ഒന്ന് അരിച്ചെടുക്കുന്നുണ്ട് കേട്ടോ. കുഞ്ഞുമാവ വാശിയിലാണ്, താഴെ നിൽക്കില്ല എന്ന് പറയുന്നത്. പിന്നെ കുഞ്ഞിനെ പിടിച്ചുകൊണ്ട് ഞാൻ അതേ പൊടി അരിച്ചെടുത്തു. സവാളയും പച്ചമുളകും കൂടി താളിച്ചിട്ടിട്ടാണ് കേട്ടോ ദോശ ഉണ്ടാക്കുന്നത്. കറിക്കൊന്നുമില്ല, അപ്പം അങ്ങനെയാണെങ്കിൽ പിന്നെ കറിയുടെ ആവശ്യമില്ലല്ലോ. അങ്ങനെ ദോശ ചുടാനായിട്ട് കുഞ്ഞിനെ നിർത്തിയെങ്കിലും സമ്മതിച്ചില്ല. പിന്നെ ഞാൻ ആ വീഡിയോ എടുക്കാൻ പറ്റിയില്ല കേട്ടോ. പിന്നെ ദോശയൊക്കെ ചുട്ട് കഴിഞ്ഞു. ഞാനും കുഞ്ഞുവാവയും മോനും എടുത്തിട്ടുണ്ട്. ഞങ്ങൾ രണ്ടുപേരും കൂടി കഴിക്കണം കേട്ടോ. കാപ്പിപ്പൊടി എരിഞ്ഞ് വന്നപ്പോഴേക്കും ചോറ് വെന്തിട്ടുണ്ടായിരുന്നു. ചോറല്ല, അരി വെന്തിട്ടുണ്ടായിരുന്നു കേട്ടോ. അപ്പോൾ ആ ചോറൊന്ന് വാർത്തിടുന്നുണ്ട്. പിന്നെ നമ്മുടെ ദോശമാവ് കലക്കിയ പാത്രവും പിന്നെ കഴിച്ച പാത്രങ്ങളൊക്കെ ഒന്ന് കഴുകാനുണ്ട് കേട്ടോ. അതൊക്കെ ഒന്ന് കഴുകിയെടുക്കുന്നുണ്ട്. അത് കൂട്ടി വെച്ചിട്ടുണ്ടെങ്കിൽ പിന്നെ എനിക്ക് പണിയാവും. അതുകൊണ്ട് അപ്പം തന്നെ കൈയോടെ തന്നെ കഴുകിയെടുക്കുവാണേ. പിന്നെ കൗണ്ടർ ടോപ്പും സ്റ്റൗവൊക്കെ ഒന്ന് തുടച്ച് ക്ലീനാക്കി ഇടുന്നുണ്ട് കേട്ടോ. പിന്നെ പുറത്ത് പോയി കറിക്ക് എന്തെങ്കിലും വാങ്ങാമെന്ന് വിചാരിച്ചാണ്, അത് വേണ്ടാമെന്ന് വിചാരിച്ചു. ഒരു മാങ്ങ ഇരിപ്പുണ്ടായിരുന്നു, പച്ചമാങ്ങ. അപ്പോൾ അതരിഞ്ഞിട്ട് മുളക് ചാറ് വെക്കുവാണ് കേട്ടോ. അപ്പോഴേക്കും സമയം ഏകദേശം ഊണ് കഴിക്കാറായിട്ടുണ്ട്. അപ്പോൾ ഞാൻ മോന് ചോറ് കൊടുത്തു. പിന്നെ ഇത് കുഞ്ഞുവാക്കും കുറച്ച് ചോറ് കൊടുത്തു കേട്ടോ. പിന്നെ ഇത് കുറച്ച് തുണി വിരിച്ചിട്ടിട്ടുണ്ടായിരുന്നല്ലോ, അതൊക്കെ ഒന്ന് എടുത്തുകൊണ്ട് വരുവാണേ. പിന്നെ ഒന്ന് കുറച്ച് നേരം കിടന്ന് ഉറങ്ങുന്നുണ്ട്. കുഞ്ഞുവാവിനെ ഉറക്കിയിട്ട് ഉറങ്ങിപ്പോയിട്ടുണ്ടെങ്കിൽ ആ തുണി അവിടെ കിടന്ന് നനയും മഴ പെയ്താൽ. അങ്ങനെ അത് എടുത്തുകൊണ്ട് വന്നു. കുറേ തുണിയുണ്ട് കേട്ടോ സ്റ്റാൻഡിൽ, മടക്കാനുണ്ട്, മടക്കിയിട്ടില്ല. പിന്നെ എപ്പോഴെങ്കിലും മടക്കണം സമയം കിട്ടുമ്പോൾ. അതിനുശേഷം ഞങ്ങൾ വൈകുന്നേരം ആകുമ്പോഴേക്കൊന്ന് മോളുടെ വീട്ടിൽ പോകും കേട്ടോ. ഞാൻ കിടക്കാൻ പോകും, കുറച്ച് നേരം കിടന്ന് ഉറങ്ങാൻ പോവാം. അപ്പോൾ ഉറങ്ങിപ്പോയാൽ ചിലപ്പോൾ മഴ പെയ്താലും നനയും. അതുകൊണ്ട് തുണി ഉണർന്നിട്ട് മടക്കുന്നില്ല കേട്ടോ. അങ്ങനെ ഞങ്ങളിതേ മോളുടെ വീട്ടിലേക്ക് പോവാൻ കേട്ടോ. 8 മണിയാകുമ്പോഴേക്കും അഖിൽ കൊണ്ടുവന്നാക്കും. അപ്പോൾ പുതിയൊരു വീഡിയോ ആയിട്ട് വരുന്നവരെ ബായ്.